ിലെ ഒരു തിയറി ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. അതായത് അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സർക്കാർ ചെയ്തൊരു കാര്യമാണ്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കണ്ട. പക്ഷേ കൃഷിയിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ജസ്റ്റ് കാര്യം മനസ്സിലാക്കാനേ ഉള്ളൂ. ഞാനതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ എല്ലാം എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടൈപ്സുകൾ, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പെടുക? എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന്, വെറും ലാൻഡല്ല, അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന വാടകയോ, നമ്മൾ പാട്ടത്തിന് കൊടുത്തിട്ട് ആർക്കോ കൃഷി ചെയ്യാൻ ചെയ്ത് കിട്ടുന്ന വാടക, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് വരുമാനം അതിൽ നിന്ന്. അതല്ല ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ, ഇനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം മാർക്കറ്റിംഗ് പ്രോസസ് പെർഫോംഡ് ബൈ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെൻറ്റ് ഇറ്റ് കൈൻഡ്. അതായത് ഈ റെൻറ്റ് കിട്ടുന്ന ആളോ അല്ലെങ്കിൽ പിന്നെ കൃഷി ചെയ്യുന്ന ആളോ, അയാൾക്ക് കിട്ടിയ ആ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, ഇപ്പം നെല്ലാണ് വാടകയായിട്ട് കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്യുന്ന ആൾ ആ നെല്ല് മാർക്കറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ്. അതേപോലെ തന്നെ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ദി പ്രൊഡക്റ്റ്. അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് നമ്മൾ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം ഫ്രം ദ ഫാം ബിൽഡിംഗ്. ഫാമുമായി ബന്ധപ്പെട്ടൊരു ബിൽഡിംഗ് അത് വാടക കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അതിൽ നിന്നുള്ള ഫാം ബിൽഡിങ്ങിൽ നിന്നുള്ള ഇൻകം. ഇതാണ് അഗ്രികൾച്ചറൽ ഇൻകം. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിയമത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ 5 ഇൻകത്തിനെയും ഓരോന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് എനി റെൻറ്റ് റവന്യൂ റിസീവ്ഡ് ഫ്രം ലാൻഡ്. നെക്സ്റ്റ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചർ ഓർ ഫ്രം മാനുഫാക്ചറിങ്. ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം, അതെന്തിനാണ് ഇൻകം ടാക്സിൽ ചർച്ച ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് ഇല്ല. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പെടുക? നമ്മളിപ്പോൾ 5 സംഗതികൾ. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നിനും വിശദീകരിക്കുക.